ഇന്ന് ജൂലൈ 16, അമ്മയുടെ പിറന്നാൾ ദിവസം. എന്ത് ബർത്ത്ഡേ വിഷ്? എല്ലാവരും നന്നായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അച്ഛൻ വിഷ് ചെയ്യണേക്ക് മുന്നേ അമ്മ കയറി താങ്ക് യു അങ്ങോട്ട് പറഞ്ഞു. പിന്നെ അവര് തമ്മിലുള്ള ഓരോ തമാശകളും ഓരോ കളിച്ചിരി. അവരുടേതായ ലോകത്ത് അവരായി, ഞങ്ങളുടേതായ ലോകത്ത് ഞങ്ങൾ. അപ്പൊ ഞങ്ങള് അച്ഛമ്മയുടെ അടുത്തോട്ട് പോവാണ്. ഇന്ന് അച്ഛമ്മയുടെയും കൂടി ബർത്ത്ഡേ ആണ് കേട്ടോ. എന്താണ് ബർത്ത്ഡേ ആയിട്ട് പറയാനുള്ളത്? എല്ലാവരും വരണം, ആഹാരം കഴിക്കണം, എൻ്റെ കൊച്ചുമക്കളൊക്കെ പഠിക്കണം എന്നായിരുന്നു അച്ഛമ്മയുടെ ആഗ്രഹം. അപ്പോഴേക്കും അച്ഛൻ കേക്കുമായിട്ട് എത്തി. പിന്നെ അമ്മായിമാരുടെ സംസാരം. സുന്ദരിക്കുട്ടപ്പി. അപ്പോഴേക്കും അമ്പലത്തിലെ പാൽപ്പായസവുമായി നമ്മുടെ ചന്ദ്രൻ ചേട്ടൻ വീട്ടിലോട്ടെത്തി. പിന്നെ അച്ഛമ്മ തിമിർത്ത് സംസാരം. ഒന്ന് കണ്ണട വെക്കട്ടെ കേട്ടോ. അങ്ങനെ കണ്ണട വെച്ച് നന്നായിട്ട് ആള് സംസാരിക്കാൻ തുടങ്ങി. ചന്ദ്രൻ ചേട്ടൻ കൊണ്ടുവന്ന പാൽപ്പായസവും തപ്പി ഞാൻ നൈസായിട്ട് അവിടെ നിന്നൊന്ന് സ്കൂട്ടായി അടുക്കളയിലോട്ട് പോന്നു. വെല്ലിമ്മ again. അമ്മ again. ചേട്ട ദശാങ്ക ബോസ്. ആദ്യം നമുക്ക് അത് പഠിച്ചാലോ. അപ്പോഴേക്കും നമ്മുടെ അമ്മായി വന്നു, ചേച്ചി വന്നു, സദ്യയും വന്നു. അച്ഛമ്മയുടെ ബർത്ത്ഡേ ആയിട്ട് എന്താ പറയാനുള്ളേ? സന്തോഷമായിട്ടിരിക്കാൻ പറയാനുള്ളൂ. അടുത്ത ചടങ്ങെന്ന് പറഞ്ഞ ഗണപതിക്ക് വിളക്ക് കൊളുത്തുക എന്നുള്ളതായിരുന്നു. അതും കഴിഞ്ഞ് ഞങ്ങൾ സല്ലാപ സംസാരങ്ങളിലേക്ക് ഏർപ്പെട്ടു. അങ്ങനെ പിറന്നാൾ ആഘോഷം തുടങ്ങുകയായി. Happy birthday to you. Happy birthday to you. Happy birthday. Happy birthday. Happy birthday to you. അയ്യോ പിന്നീട് അച്ഛമ്മയുടെ 2 മക്കളും അച്ഛമ്മയ്ക്ക് കേക്ക് കൊടുത്തു. ആദ്യം അച്ഛൻ കൊടുത്തു, പിന്നെ വെല്ലിച്ചൻ കൊടുത്തു, പിന്നെ അച്ഛൻ അമ്മയ്ക്ക് കൊടുത്തു, പിന്നെ ചേട്ടൻ അച്ഛമ്മയ്ക്ക് കൊടുക്കണു. ഇവിടെ ഞാൻ കൊടുത്തു, അമ്മയ്ക്ക് കൊടുത്തു, അമ്മ ചേട്ടന് കൊടുത്തു, ചേട്ടൻ അമ്മയ്ക്ക് കൊടുത്തു. അങ്ങനെ തമ്മി കൊടുത്ത് ലാസ്റ്റ് അച്ഛമ്മയെ ഞങ്ങൾ തിരിച്ച് അച്ഛമ്മയുടെ പ്ലേസിൽ തന്നെ കൊണ്ടാക്കാന്ന് വിചാരിച്ചു. ഇത് കൊടുത്തിട്ടും തീരണില്ല. അച്ഛമ്മ അവിടെ പോയി ഇരുന്നോട്ടെ, പാവം. പിന്നീട് എല്ലാവരും അവരവരുടേതായ ലോകത്തോട്ടായി. ചേട്ടൻ അവിടെ തിമിർത്ത് വരയ്ക്കാൻ തുടങ്ങി. മൂക്കും കണ്ണും എല്ലാ ആംഗിളും നോക്കി വരച്ചോണ്ടിരുന്നു. വല്യമ്മ പിന്നെ ഫോട്ടോഷൂട്ടിലായി. അവിടെ സംബന്ധിച്ചു പാത്രത്തിലെ അരികത്ത് ഇങ്ങനെ എടുക്കണം. കുത്തി പോരാൻ പാടില്ല. അങ്ങനെ ആദ്യം തന്നെ ഗണപതിക്ക് അങ്ങോട്ട് ചോറ് വിളമ്പാന്ന് വെച്ച് ഗണപതിക്ക് വിളക്കും കൊളുത്തി എല്ലാ കറിക്കൂട്ടുകളും നിരത്തി വെച്ചു. അങ്ങനെ എല്ലാവരും തിമിർത്ത് ചോറുണ്ടോണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്.
നിസ്സാരമായിട്ടൊന്നും അല്ല കറികളെ സമീപിക്കുന്നത്. നല്ല രുചിയുണ്ടെന്ന് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ഈ ക്യാമറ ഉള്ളയിടത്ത് താഴെ വെച്ച് ചോറുണ്ണാനുള്ള തിമിർത്തിലായി പിന്നീട് എൻ്റെ നോട്ടം. ആദ്യം നമ്മളിങ്ങനെ പതിപ്പിക്കണം. അതിലേക്ക് ഈ പായസം ഈ പപ്പടം കൂട്ടണം. ഇതും കൊണ്ട് കവർ ചെയ്യണം. എടുക്കണം. കഷണ്ടി പരിപാടി ഇല്ലെന്ന് ഉറപ്പ് വരുത്തി നമ്മൾ വടുകമ്പുള്ളി നാരങ്ങയുടെ നല്ല നാരങ്ങ അതിനാൽ നമ്മൾ ചൂണ്ടുവരണ്ട് പെരുവരണ്ടി എടുത്തിട്ട് നമ്മൾ നാരങ്ങ കട്ട ആണ് കുറഞ്ഞു. ഇത് വീണ്ടും ഒന്നുകൂടി പിടിക്കും. പിന്നീട് എല്ലാവരും തിരിച്ച് വീട്ടിലോട്ട് മടങ്ങി തുടങ്ങി.